ട്രാവൽ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ എൻ്റെ അമ്മയുടെ പകരം ഇപ്പൊ ഈ വീഡിയോ ഇൻട്രോ കാണിക്കാൻ അറിയാം. യെസ്, നിങ്ങൾ എല്ലാവരും ഗസ് ചെയ്തു. എൻ്റെ അമ്മ became the camera lady. അമ്മ is too lazy to film an intro. ഒരു ഇൻട്രോ പോലും അമ്മയ്ക്ക് ഫിലിം ചെയ്യാൻ പറ്റില്ല. അതാണ് ഐ ടുക്ക് ഹർ പ്ലേസ്. എനിവേസ്, ആഫ്റ്റർ എ ലോങ് 2 years ഞങ്ങള് പിന്നെ ഒരു കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാം. സോറി, ഒരു കൺട്രിയിൽ 4 കൺട്രി. ഏതൊക്കെ കൺട്രിയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ടർക്കി, ഫ്രാൻസ്, നെതർലൻഡ്സ് ആൻഡ് ജർമ്മനി. സോ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾ ഈ കൺട്രികളെ കുറിച്ചുള്ള വിശേഷങ്ങളായിരിക്കും അറിയാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ആൻ. ഈ കാണുന്ന തുർക്കിഷ് എയർലൈൻസിലാണ് നമ്മൾ തുർക്കിയിലേക്ക് പോകുന്നത്. 12 ദിവസത്തെ ഒരു യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മനസ്സിലാകെ 3 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബാക്കി 2 രാജ്യങ്ങൾ കൂടി എൻ്റെ ഈ ട്രിപ്പിൽ കയറിക്കൂടിയത്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആദ്യമായിട്ടാണ് തുർക്കിഷ് എയർലൈൻസിൽ ഞാൻ യാത്ര ചെയ്യുന്നത്. ഖത്തർ എയർവേസിലെ പോലെ തന്നെ എല്ലാ യാത്രക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു TV സ്ക്രീനുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വയ്ക്കുവാനുള്ള ഫുഡ് ട്രേ. അതുപോലെ ആവശ്യത്തിനുള്ള ലെഗ് സ്പേസും ഇവിടെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് തരാനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറിയാൽ ആദ്യം സെർച്ച് ചെയ്യുന്നത് നമുക്ക് പറ്റിയ വല്ല സിനിമയും ഉണ്ടോ എന്നാണല്ലോ. എന്തായാലും 1-2 ഹിന്ദി പടങ്ങളുടെ പേരുകൾ കണ്ടു. കൂട്ടത്തിൽ തന്നെ മേരിയാവ്, സുനോ, ഇലവീട, പൂഞ്ചിറ തുടങ്ങിയ മലയാളം പടങ്ങളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു തുർക്കിഷ് എയർലൈൻസിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. കഴിക്കാനായിട്ട് സെർവ് ചെയ്ത ഫുഡും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. അല്ലെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പേരുകേട്ട ഒരു രാജ്യമാണല്ലോ തുർക്കി. ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് 2 മണിക്കായതുകൊണ്ട് ഭക്ഷണശേഷം സുഖമായി കിടന്നുറങ്ങി. കണ്ണു തുറന്നപ്പോഴേക്കും ഞങ്ങൾ തുർക്കിയിലെത്തി. ഷെങ്കൻ വിസയോ അമേരിക്കൻ വിസയോ ഉള്ളവർക്ക് തുർക്കിയിലേക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് ഈ 2 വിസയും ഉണ്ടായിരുന്നത് കൊണ്ട് അപ്ലൈ ചെയ്യൽ വളരെ എളുപ്പമായിരുന്നു. ഒരാൾക്ക് $50 ഈ വിസ ഫീസ്. അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു രാജ്യമായ തുർക്കിയിലെ ഇസ്താംബുൾ എയർപോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്താനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. തുർക്കിയുടെ യൂറോപ്യൻ സൈഡിലുള്ള ഈ ഒരു എയർപോർട്ടാണ് ഏറ്റവും തിരക്കേറിയ 5 യൂറോപ്യൻ എയർപോർട്ടുകളിൽ ഒന്ന്. 2018 ഒക്ടോബർ മാസത്തിൽ ഈ എയർപോർട്ടിൽ നിന്നും തുർക്കിയുടെ ക്യാപിറ്റലായ അങ്കാരയിലേക്ക് തുർക്കിഷ് എയർലൈൻസ് പറത്തിക്കൊണ്ടാണ് ഇസ്താംബുൾ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് ആരൊക്കെയോ പുറത്തിട്ടിട്ടുണ്ട്. വേറെ ആരുടെയും ലഗേജുകൾ അവിടെ കണ്ടതുമില്ല. അങ്ങനെ ആ ലഗേജ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. എൻ്റെ യൂറോപ്യൻ ട്രിപ്പിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഫ്രാൻസിലേക്ക് പോകുവാൻ ടിക്കറ്റ് അന്വേഷിച്ചപ്പോഴാണ് തുർക്കിഷ് എയർലൈൻസ് തുർക്കി വഴി ഫ്രാൻസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നവർക്ക് സ്റ്റോപ്പ് ഓവർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു തുർക്കിഷ് വിസ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം തുർക്കിയിൽ താമസിക്കുവാനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം തന്നെ തുർക്കിഷ് എയർലൈൻസ് ഫ്രീ ആയിട്ട് തരുമെന്നുള്ളതാണ് ഈ സ്റ്റോപ്പ് ഓവർ. തുർക്കിഷ് എയർലൈൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഹോട്ടലിലാണ് നമ്മുടെ ഇന്നത്തെ താമസം. അങ്ങോട്ടേക്കാണ് ഇവിടെ നിന്നുള്ള യാത്ര. നമ്മളപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ഉബറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പം പുറത്തിറങ്ങുമ്പോഴത്തേക്കും സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ എയർപോർട്ട് ടാക്സിക്കാർ ഉബർ കയറിയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കുന്നതൊക്കെ നമ്മളോട് പറയും. പക്ഷേ ഇവിടെ നിയമാനുസൃതമായിട്ട് ഉബർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഉബറൊക്കെ പിടിച്ച് തുർക്കിഷ് എയർലൈൻസ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇസ്താംബുളിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. 2 ദിവസം ഇസ്താംബുളിൽ നിൽക്കുവാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ദിവസത്തെ താമസം തുർക്കിഷ് എയർലൈൻസ് തരും. 2ാമത്തെ ദിവസത്തേക്ക് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏഷ്യ വൻകരയിലും യൂറോപ്യൻ വൻകരയിലുമായി കിടക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. അങ്കാരയാണ് തുർക്കിയുടെ തലസ്ഥാനം എങ്കിലും ഏറ്റവും വലിയ നഗരമായ ഇസ്താംബുളാണ് സാംസ്കാരികപരമായും സാമ്പത്തികപരമായും തുർക്കിയുടെ സ്ഥിരാകേന്ദ്രമായി വർത്തിക്കുന്നത്.
തുർക്കിഷ് ഭാഷയാണ് ഇവിടെയുള്ളവർ സംസാരിക്കുന്നത്. നാണയം തുർക്കിഷ് ലിറയും. ഒരു തുർക്കിഷ് ലിറ 2.5 ഇന്ത്യൻ രൂപയാണ്. ഇവിടുത്തെ 80%-ലധികം ജനങ്ങൾ മുസ്ലിം മതവിശ്വാസികളാണ്. മുസ്ലിമിലെ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഏറെയും. അങ്ങനെ ഏകദേശം 3/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വിയാലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇസ്താംബുളിൽ തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും നഗരത്തിൽ നിന്നും ഒരല്പം വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ഓവറിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഹോട്ടൽ റൂമിൻ്റെ ഇൻസൈഡ്. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് സെറ്റപ്പ് ഒക്കെയാണ്. പിന്നെ ഒരു വലിയ വാർഡ്രോബറുണ്ട് ഇവിടെ തന്നെ. അതുപോലെ തന്നെ വരുന്നിടത്ത് ഒരു ഡൈനിങ് ടേബിൾ പോലെ ഒരു ചെറിയ റൂം, ഒരു വലിയ റൂം, അതിനെ ഒരു പാർട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ മിനി ബാർ സെറ്റപ്പും അതുപോലെ തന്നെ കോഫി മേക്കറും വെള്ളവും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ അതിവിശാലമായ ഒരു ഡബിൾ ബെഡും അതുപോലെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ. പിന്നെ ഇതാണ് പുറത്തു നിന്നുള്ളത്. ഇനിവേ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു തുറക്കാൻ വേണ്ടി ഇല്ല, തുറക്കാൻ ബാൽക്കണി ഉണ്ട്, തുറക്കാൻ ബാൽക്കണി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ തുറന്ന് പുറത്ത് പോകാം. അത്യാവശ്യം നല്ല തണുപ്പാണ്, അതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നില്ല. ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോഴും എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളൊരു അഡാപ്റ്റർ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇവിടെയൊക്കെയുള്ള കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. 2 പിൻ പ്ലഗ് പോയിൻ്റാണ് ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ഇല്ലെങ്കിൽ ഇവിടെയുള്ള പ്ലഗ് പോയിൻറ്റുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ട്രസൻഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഈ അഡാപ്റ്റർ ഞാൻ മേടിച്ചത്. എൻ്റെ യാത്രയിലുടനീളം ഇതുപോലെയുള്ള പ്ലഗ് പോയിൻറ്റുകൾ ഉപയോഗിക്കുവാൻ ഈ അഡാപ്റ്ററാണ് എന്നെ സഹായിച്ചത്. വിദേശ യാത്രയ്ക്കായി പോകുവാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ നിർബന്ധമായും മേടിച്ച് കയ്യിൽ വെക്കേണ്ടതാണ്. ഞങ്ങളിവിടെ ഏകദേശം 8:50 ആയപ്പോഴത്തേക്കാണ് എത്തിയത്. 9:50 ആയിരുന്നു ഞങ്ങൾക്ക് ശരിക്കുള്ള ചെക്ക് ഇൻ ടൈം. പക്ഷേ 8:50 ആയപ്പോൾ എത്തിയെങ്കിലും അവർ വേറൊന്നും പറഞ്ഞില്ല, നേരെ ചെക്ക് ഇന്നിന് വേണ്ടി അലോ ചെയ്തു. നാളെ ഇനിയും 3 മണി വരെ ആണ് ഞങ്ങൾക്കുള്ള ടൈമിങ്. 3 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം 9:50 വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരുള്ളൂ. അപ്പോൾ അത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഫുഡ് കോർട്ടുണ്ട്. 10 മണിയാകുമ്പോൾ അത് ഓപ്പൺ ചെയ്യും. അപ്പം ആ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിയാലാൻഡിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അല്ല, -1 ഫ്ലോറിലാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പം ഫുൾ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഫുഡ് കോർട്ട് ഞങ്ങൾക്ക് വേണ്ടി കാലിയായിട്ട് കിടക്കുന്നത് പോലെയുണ്ട്. ഇഷ്ടം പോലെ ഐറ്റംസും, പല ടൈപ്പിലുള്ള ഐറ്റംസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മുടെ ബർഗർ കിങ്ങും മാക്ഡൊണാൾഡ്സും ഒക്കെ ഉണ്ട്. ഒരു ഡബിൾ ചീസ് ബർഗറും അതുപോലെ തന്നെ ഡബിൾ കിങ് ചിക്കൻ ബർഗറുമാണ് ഓർഡർ ചെയ്തത്. ഒരു കഫേ ലാറ്റയും. മൊത്തം 330 തുർക്കിഷ് ലിറയാണ് ഇതിനായത്. ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു വിയാലാൻഡിൻ്റെ ഫുഡ് കോർട്ട്. എവിടെ ചെന്നിരുന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിനാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
സൂപ്പർ മാർക്കറ്റ് കയറിയതാണ്. പല ടൈപ്പിലുള്ള കുപ്പികളുണ്ട്. കുക്കീസൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിലക്കുറവിൽ ഐറ്റംസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ലുലു മാളിൽ കയറിയ പോലെയുള്ള ഒരു പ്രതീതിയാണ്. പിന്നെ പ്രൊഡക്റ്റുകളുടെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഖത്തറിൽ ബ്ലോക്കേഡ് വന്ന സമയത്ത് നമ്മൾ ലുലുവിലും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ട പാലിൻ്റെയും തൈരിൻ്റെയും ഒക്കെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ തുർക്കിയിൽ നിന്നുള്ളതായിരുന്നു. അന്ന് ഖത്തറിലെ സൂപ്പർ മാർക്കറ്റിൽ കണ്ട പല പ്രൊഡക്റ്റുകളും ഏകദേശം 7-8 കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ ഞങ്ങൾ തുർക്കിയിൽ കണ്ടു. പച്ചക്കറി സെക്ഷനിൽ ചെന്നിട്ട് സവോളയുടെ വില കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. ഖത്തറിലിപ്പോൾ സവോളയ്ക്ക് 6 റിയാലാണെങ്കിൽ തുർക്കിയിൽ 1 റിയാലിന് താഴെയാണ് സവോളയുടെ വില. ഇവിടുന്ന് തിരിച്ചു നേരെ ഖത്തറിലേക്കായിരുന്നു പോകുന്നതെങ്കിൽ ഒരു 20 കിലോ എങ്കിലും സവോള മേടിച്ചുകൊണ്ട് പോയേനെ ഞാൻ. തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ വളരെ കളർഫുള്ളായി നല്ല ഫ്രഷായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് തന്നെ അത്തപ്പൂ ഇട്ടതുപോലെയുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങളുടെ ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചുപോയി. തുർക്കിയിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.